വഴിന്ന് മാറാനാ നിന്നോട് പറഞ്ഞ. ശരി ശരി അച്ഛൻ പൊയ്ക്കോ, ഇനി വഴക്ക് വേണ്ട. എന്തായാലും 3 മാസം കഴിയുമ്പോൾ നമ്മൾ കാണും. 3 മാസമല്ല 30 വർഷം കഴിഞ്ഞാലും നീയായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ കാണും. അച്ഛൻ മോളെ കാണാൻ വരും എന്റെ വീട്ടില്. അച്ഛൻ അവകാശപ്പെട്ട ഒന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കും. ആ സമയത്ത് അച്ഛൻ വരും. എന്തോന്നാടാ? എനിക്ക് അവകാശപ്പെട്ട് നിന്റെ കൂടെ ആയിരിക്കുമെന്നോ? നീ അവകാശം ചോദിച്ചോണ്ട് വരുമെന്നാണോ? നീ വാ, അപ്പൊ നമുക്ക് കാണാം. അയ്യോ, ഞാൻ ഷെയറിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. അച്ഛന്റെ പേരക്കുട്ടി ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്നാ പറഞ്ഞത്. അച്ഛന്റെ അവകാശി. അപ്പൊ വരണമല്ലോ. അത് എന്റെ അവകാശം. അതൊന്നുമില്ല. ശരി, അച്ഛൻ വന്ന് കണ്ട് പേരക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി നീ എന്റെ അവകാശമല്ല എന്ന്. പിന്നെ അച്ഛനോട് ജീവിതത്തിൽ ഞാനൊന്നും പറയില്ല, സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാനും വരില്ല. ഗൗരിക്ക് 5 മാസം കഴിഞ്ഞു എന്ന് വെച്ചാ പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങി. 7-ാം മാസം എന്തോ ഒരു ചടങ്ങുണ്ടെന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടു. അങ്ങനെയില്ലേ അച്ഛാ? ഇപ്പൊ വരുന്ന മോളെ കാണാൻ. അമ്മേ, ബലരാമൻ അങ്കിളിനെ കാര്യങ്ങൾ അറിയിക്കണ്ടേ? അത് വേണ്ട. അല്ല മീര, ഇത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്റെ അഭിപ്രായത്തില് എത്രയും പെട്ടെന്ന് ഈ വിവരം അവരെ അറിയിക്കണമെന്നാ. വേണ്ട ചേച്ചി, ഇപ്പൊ പറയണ്ട. അമ്മ എന്തു പറയുന്നു? മീരയുടെ അഭിപ്രായം തന്നെയാ എന്റെ അഭിപ്രായം. തൽക്കാലം അറിയിക്കണ്ടെന്നല്ലേ മീര പറയുന്നത്. മീര എന്തെങ്കിലും മനസ്സിൽ കണ്ടാവും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടല്ല ആന്റി. എന്തിനാ എല്ലാരെയും കൂടി ഇട്ടിങ്ങനെ വിഷമിപ്പിക്കുന്നേ? സ്വന്തം മോള് ഇങ്ങനെ ചെയ്തോന്നറിയുമ്പോ അവരതെങ്ങനെ? വേണ്ട ആന്റി, പറയണ്ട. ഓക്കെ, തൽക്കാലം പറയുന്നില്ല. ആന്റി, ആന്റി വീട്ടിലേക്ക് പൊക്കോ. രജനി ചേച്ചി ഉണ്ടല്ലോ ഇവിടെ. അവിടെ അങ്കിളിനെ നോക്കാൻ ആരും ഇല്ലല്ലോ. അത് നേരാ. എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, മൈൻഡും ഓക്കെയാ. ആന്റി ചെല്ല്. ശരി മോളെ, ആന്റി എന്നാ പോയിട്ട് വരാം. രജനി, നീ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം.